അമിത്ഷാ പ്രിയങ്കയ്ക്കൊപ്പം ചേരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് കേരളമാണ്. കേരള മുഖ്യൻ പിണറായി വിജയനാണ്. സഹായം വേണം എന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞാൽ മാത്രം വെറുതെ ഒരു ധനസഹായവും വന്നു ചേരുകയില്ല, അത് ലഭ്യമാവുകയുമില്ല. അതിന് കൃത്യമായ വിശദമായ കണക്കുകൾ സമയത്തിന് നൽകേണ്ടതുണ്ട്. എന്നാൽ കേരളം അത് നൽകിയില്ല എന്നാണ് പ്രിയങ്കയോട് അമിത്ഷാ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്കയും കേരളത്തിലെ എംപിമാരും ചേർന്നുകൊണ്ട് അമിത്ഷായെ കണ്ട് ഒരു ദേശീയ ദുരന്തമായി വയനാടിന്റെ ദുരന്തത്തെ മാറ്റണമെന്ന് നിവേദനം നൽകിയത്. എന്നാൽ അമിത്ഷായുടെ മറുപടി കേട്ട് അന്തം വിട്ടു പോവുകയാണ് ഇപ്പോൾ പ്രിയങ്ക. സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ 13 മാത്രമാണ് എന്നാണ് അമിത്ഷാ പറയുന്നത്. വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തിയെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിച്ചു എന്നതാണ്. ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി, കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അമിത്ഷാ പറയുന്നത് ശരിവെക്കുകയാണ് എങ്കിൽ കേരളത്തിന്റെ കയ്യിൽ വലിയ പിഴവ് വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വയനാട്ടിലെ ദുരന്ത അവസ്ഥ കണ്ടിട്ടും ഒരു റിപ്പോർട്ട് നൽകാൻ എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം വേണ്ടി വരുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറുപടി നൽകേണ്ടി വരും. വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 3.5 മാസത്തിന് ശേഷമാണ് 2219 കോടിയുടെ സഹായം കേരളം ആവശ്യപ്പെട്ടത്. ഇതുവരെ 291 കോടി രൂപ സഹായം നൽകിയെന്നും ഇതേ അമിത്ഷാ കേന്ദ്രത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചതാണ് എന്നും കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നു എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ വിശദമായ കണക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് അമിത്ഷാ ആവർത്തിക്കുന്നത്. ഇതിനിടെ സഹായധനം സംബന്ധിച്ച കണക്കുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരുപ്പ് സംസ്ഥാന സർക്കാർ അറിയിക്കണം. എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര കൊടുക്കുമെന്നും കേന്ദ്രവും വ്യക്തമാക്കണം. സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടത് എന്നും കോടതി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്ത ദിവസം SDRF അക്കൗണ്ട് ഓഫീസർ നേരിട്ട് ഹാജരാകണമെന്നുമാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്. വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി രാജിവെച്ചപ്പോൾ പകരം വന്ന പ്രിയങ്ക ആദ്യം നൽകിയ ഉറപ്പ് വയനാടിന് ദുരന്തബാധിതർക്ക് വേണ്ട സഹായം എന്താണോ അത് ഉടനടി നടപ്പിലാക്കുമെന്നാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പിഴവ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നറിയുന്നത്.